വീണ്ടും നമുക്ക് ഇന്നലെ വായിച്ച വേദഭാഗം വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. തൈലത്തിൻ്റെ കാര്യം, സൽപ്പേരിൻ്റെ കാര്യവും ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മരണ ദിവസവും ജനന ദിവസവുമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്നതിനോട് യോജിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. മരണ ദിവസം ജനന ദിവസത്തേക്കാൾ ഉത്തമം. എങ്ങനെയാ ഇത് ഒക്കുന്നേ? ബൈബിൾ എന്ത് പറഞ്ഞാലും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വിശ്വസിക്കാതെ പറ്റത്തില്ല. എന്നാൽ സാധാരണക്കാരായ ഒരാളിന് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. മരണദിവസം ജനന ദിവസത്തേക്കാളും ഉത്തമം. അതെങ്ങനെയാ പാസ്റ്റർ ശരിയാകും? എ ഗുഡ് നെയിം ഈസ് ബെറ്റർ ദാൻ ഫൈൻ പെർഫ്യൂം. പീപ്പിൾ ക്യാൻ ലേൺ മോർ ഫ്രം മോർണിംഗ് വെൻ someone dies than from being happy when someone is born. ഒരല്പം വിശദീകരണം ഇംഗ്ലീഷ് ബൈബിളിൽ കിട്ടി. അതായത് ഒരാളുടെ മരണത്തിൽ ഒത്തിരി പേരിരുന്ന് കരയുന്നത് ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് ചിലത് പഠിക്കാൻ കഴിയും. ആ തീവ്രമായ ദുഃഖത്തിൻ്റെ തുള്ളികളിൽ നിന്ന് നല്ല ആഴമുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിങ്കൽ അതിൻ്റെ അമ്മയും അപ്പനും വീട്ടുകാരും സന്തോഷിക്കുന്നത് കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ശരിയല്ലേ? അത് ശരിയല്ലേ? വായിക്കട്ടെ ഒന്നും കൂടെ. പീപ്പിൾ ക്യാൻ ലേൺ മോർ ഫ്രം മോർണിംഗ് when someone dies than from being happy when someone is born. ഒരാൾ മരിക്കുമ്പോഴുള്ള ആളുകളുടെ ഇടപെടലുകളും സങ്കടങ്ങളും ശ്രദ്ധിച്ചാൽ നമ്മുടെ അകത്ത് ഒരു ലൈറ്റ് അടിക്കും. അതേസമയം കുഞ്ഞ് ജനിച്ചു, എല്ലാവരും ചിരിക്കുന്നു, നമ്മളും ചിരിക്കും. കുട്ടിക്കൂറ പൗഡറും കുട്ടിയുടുപ്പും കൊടുത്ത് ചായ കുടിച്ച് പിരിയും. ഒരു പഠനമോ ധ്യാനമോ വെളിപ്പാടോ അതിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. മോശയുടെ ഒരു സുപ്രധാന സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ടത്. ആ പാട്ട് പുള്ളി എഴുതിയത് ചേട്ടൻ മരിച്ചപ്പോഴാണ്. ആ പാട്ടിനകത്ത് ഉൽപ്പത്തി പുസ്തകം 2-3 അധ്യായമൊക്കെ കിടപ്പുണ്ട്. എങ്ങനെയാണെന്നറിയോ? നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. എന്താ ഉൽപ്പത്തി പുസ്തകത്തിലെ ജനന വൃത്താന്തവും കൊരിന്ത്യ ലേഖനത്തിലെ പുനരുദ്ധാന വൃത്താന്തവും ഒറ്റ നൂലിലെ മുത്തുപോലെ കോർത്തിണക്കിയ മോശയുടെ സാഹിത്യം ഗംഭീരമായിരിക്കുന്നു. ഇത്ര സുന്ദരമായ സാഹിതി വിശേഷം പുറത്തു വന്നത് എങ്ങനെയെന്നറിയാമോ? ഇടിവെട്ടുപോലെയൊരു ദുഃഖം ജീവിതത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ചിറകൊടിഞ്ഞുപോയി. ചേട്ടൻ്റെ മരണത്തിൽ ശുശ്രൂഷയുടെ ആരംഭം മുതൽ കൂടെ നിൽക്കാൻ ദൈവത്തോട് ചോദിച്ചു മേടിച്ച മനുഷ്യനാണ് അഹരോൻ. ആ സ്വന്തം ജ്യേഷ്ഠൻ
ഒരു ഡെഡ് ബോഡി പോലെ പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ ഛേദനയറ്റ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ഈ മനുഷ്യൻ എഴുതുകയാണ്, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ നീ അനാദിയായി ശാശ്വതമായി ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരിവരിവിൽ അരുളി ചെയ്യുന്നു. അപ്പം ദുഃഖവേളയിൽ കണ്ണു തുറക്കും, സന്തോഷവേളയിൽ ഒരു ഉള്ള കണ്ണൂടെ അടഞ്ഞു പോകും. അതുകൊണ്ട് ജനന ദിവസത്തേക്കാൾ മരണ ദിവസം ഉത്തമം. ഗോഡ് ബ്ലസ് യു.